എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വരാൻ പോകുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വളരെ ഹോട്ടായിട്ടുള്ള ഒരു ടോപ്പിക്കാണല്ലോ യൂണിഫോം സിവിൽ കോഡ് എന്നത്. നമുക്ക് ഇന്ന് അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാമായിരുന്നു. തീർച്ചയായിട്ടും യൂണിഫോം സിവിൽ കോഡ് ആയിരിക്കും ഈ അടുത്ത ലോക്സഭാ ഇലക്ഷനിലെ ഒരു വളരെ ഹോട്ടായിട്ടുള്ള ഒരു വിഷയം, സംശയമില്ല. അത് ഒരു കോൺട്രവേഴ്ഷ്യൽ സബ്ജക്റ്റാണ്, പക്ഷെ നമ്മളും അത് ഡിസ്കസ് ചെയ്യാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ടാണ് ഇതൊരു വീഡിയോ ചെയ്യാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. ഇത് ഞങ്ങളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അത്യാവശ്യമായൊരു കാര്യമാണ്, അല്ലെങ്കിൽ അത് നല്ല കാര്യം തന്നെയാണ്, അത് മോശമായിട്ടുള്ള കാര്യമല്ല. കാരണം അത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ വിവാഹത്തിൻ്റെ മിനിമം പ്രായം, അതുപോലെ പോളിഗമി ഇല്ലാതാക്കുക, അതുപോലെ ഈ വിവാഹത്തിലെ സ്ത്രീകളോടുള്ള വിവേചനം ഇല്ലാതാക്കുക, അതുപോലെ പിതൃസ്വത്തിലെ ആണിനും പെണ്ണിനും തുല്യാവകാശം കൊടുക്കുക, ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളാണ് അത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അതിൻ്റെ സ്പിരിറ്റിൽ തന്നെ ചെയ്താൽ, ഇപ്പം ഏറ്റവും ആദ്യമായിട്ട് ഇന്ത്യയിലെ UCC ഇംപ്ലിമെൻ്റ് ചെയ്തത് ഉത്തരാഖണ്ഡിലെ ഗവൺമെൻറ്റാണ്. അതിനകത്ത് ഒത്തിരി പാകപ്പിഴകളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ, അതിനകത്ത് ഒരു പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ശിക്ഷ ഉണ്ടാവും എന്നുള്ള കാര്യമാണ്. ഈ അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരെ, ഡിസെൻഡ് ചെയ്യുന്ന ആൾക്കാരെ, അല്ലെങ്കിൽ മൈനോറിറ്റീസിനെയോ കാര്യം ചെയ്യാനുള്ള ഒരു ഉപായം പോലെ, അല്ലെങ്കിൽ അതൊരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ് സെയിം സെക്സ് നെ പറ്റി. അപ്പം അന്ന് സുപ്രീം കോടതിയിൽ സെൻട്രൽ ഗവൺമെന്റ് എടുത്തൊരു മാര്യേജ്, ഇന്ത്യയിലെ മാര്യേജ് കൾച്ചറലായിട്ടും റിലീജിയസുമായിട്ടും ഒക്കെ ഒത്തിരി ബന്ധമുള്ളതാണ്. അതുകൊണ്ട് അത് അതുമായിട്ട് യോജിച്ചു പോകുന്നതല്ല എന്നുള്ളതാണ്. പക്ഷേ ഇപ്പൊ ഓരോരുത്തരുടെ മതങ്ങളുടെയും വിശ്വാസവുമായിട്ട് ആ സെയിം സ്റ്റാൻഡേർഡ്. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രണ്ട് കാര്യങ്ങളിൽ എടുത്തത് എൻ്റർലി ഓപ്പോസിറ്റ് ആണെന്ന് സിവിൽ കോഡ് അതിന്റെ സ്പിരിറ്റില് നല്ല രീതിയിൽ ശുദ്ധിയോടുകൂടി ചെയ്യുവാണെങ്കിൽ സിവിൽ കോഡിനെ മൈനോറിറ്റീസും അതിന്റെ ആവശ്യം ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ അത് എതിർക്കേണ്ട യാതൊരു കാര്യമില്ല. അതുപോലെ ഒരു എല്ലാ മതങ്ങളും പ്രത്യേക മതത്തിന് പ്രത്യേക പരിഗണന ആവശ്യമാണ്, അത് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ ഊന്നിയുള്ളതായിരിക്കണം വരുന്നത്. അപ്പം അത് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളുടെ പേഴ്സണൽ ലോ റിലേറ്റഡ് ആയിട്ടുള്ളത്, മാര്യേജ്, ഇൻഹെറിറ്റൻസ്, ഡിവോഴ്സ്, സ്ത്രീകൾക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഈ യൂണിഫോം സിവിൽ കോഡ് ബാധിക്കും. ശരിക്കും പറഞ്ഞാൽ അത് ഒരു തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ മതങ്ങളിലുള്ള ചില തെറ്റായിട്ടുള്ള പ്രവണതകളെ മാറ്റുക, ഈ അവരിലുള്ള ഇൻജസ്റ്റിസ് ഇല്ലാതാക്കുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടി. ഇപ്പം ഫോർ എക്സാമ്പിൾ സതി മുമ്പ് തന്നെ ചെയ്ത കാര്യം, ചൈൽഡ് മാരേജ് ഇല്ലാതാക്കി. അതുപോലെ ഈ ഡൊമസ്റ്റിക് വയലൻസിന് അഗൈൻസ്റ്റ് ആയിട്ടുള്ള നിയമം കൊണ്ടുവന്നു, വേണ്ടിയുള്ള നിയമം കൊണ്ടുവന്നു. ഒരു ട്രിപ്പിൾ തലാക്ക് നിയമം
UCC വരുന്നതിനുണ്ട്. ഇപ്പം പക്ഷേ ഇനിയും അത് കൂടാതെ തന്നെ ചില ഉണ്ട്. അതായത് ഈ ഡിവോഴ്സ്, മാരേജ്, ഇൻഹെറിറ്റൻസ്, പിന്നെ അലിമിനി, പിന്നെ അതുപോലെ കുട്ടികളുടെ ഗാർഡിയൻഷിപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഇപ്പോഴും ഒത്തിരി തെറ്റായ പ്രവണതകൾ, അല്ലെ തുല്യമല്ലാത്ത, നീതിപൂർവമല്ലാത്ത പ്രവണതകളുണ്ട്. അപ്പോൾ അത് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് ഉണ്ടാകേണ്ടത് ഒരു രാജ്യത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സിവിൽ ആയിട്ടുള്ള ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു നിയമമാണ് വേണ്ടത്. ഓക്കെ, ഈ BJP എന്തുകൊണ്ടാണ് ഇത് കൊണ്ടുവരാനായിട്ട് താല്പര്യപ്പെടുന്നത്? BJP വർഷങ്ങളായി, ആളുകളായി ഇതിനെ യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. അപ്പം ഈ 2021 ലോ കമ്മീഷൻ ഇത് വേണ്ട അഭിപ്രായപ്പെട്ടത് 22 ആവശ്യപ്പെട്ടു. ഒരു ഇലക്ഷന്റെ ഒരു UCC ഉപയോഗിക്കുന്നുള്ളത് സത്യമാണ്. അത് ഈ ഇങ്ങനൊരു ഇന്ത്യ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത് നല്ലതാണ്. പക്ഷേ അത് വെറുതെ ഇലക്ഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു 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 ടൂളാണെങ്കിൽ, അല്ലെങ്കിൽ അതിനുള്ള ഒരു ആയുധമാണെങ്കിൽ, അത് അത് അവരുടെ അസോസിയേഷൻ പാർട്ടികൾക്ക് ഈ മൈനോറിറ്റീസിന്റെ വോട്ട് കാര്യമാണ്. അപ്പോൾ അവരിലുള്ള ഒരു കൺട്രോൾ നഷ്ടപ്പെടുമോ എന്നുള്ളതാണ് കാര്യം. ഈ മൈനോറിറ്റീസിന്റെ ഈ ലീഡർഷിപ്പ്, വർഗം അല്ലെങ്കിൽ അതിനെ നയിക്കുന്ന ലീഡേഴ്സ്, അവർക്ക് ഉള്ളൊരു കൺട്രോള് ഈ യൂണിഫോം സിവിൽ കോഡ് വരുമ്പോഴത്തേക്ക് പോകും. കാര്യം അത് സിവിൽ ലോയുടെ കീഴിലാവും അതിൻ്റെ പല കാര്യങ്ങളും. മറ്റേ ഇപ്പോഴാണെങ്കിൽ ഇത് മൈനോറിറ്റീസിന്റെ ലീഡർഷിപ്പ് അല്ലെങ്കിൽ മത നായകന്മാർക്ക് ഇതിനകത്ത് ഒത്തിരി വരുമ്പം ഈ പൊളിറ്റിക്കൽ പാർട്ടി വശീകരിച്ചതുകൊണ്ട് മാത്രം അവർക്ക് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ പറ്റത്തില്ല, അത് നഷ്ടപ്പെടും. അങ്ങനെ പല കാരണങ്ങളുണ്ട്. പിന്നെ ഈ ഓരോ സ്ഥാനത്തുള്ള, ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ കേരളത്തിലെ കാര്യം എടുത്താൽ CPM യൂണിഫോം സിവിൽ കോഡിനെ എതിർക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ അവർ എതിർക്കാൻ പാടില്ല. അവരെ പോലൊരു പ്രോഗ്രസീവ് ആണെന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടി ഇതുപോലൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ലോയ്ക്ക് സപ്പോർട്ടാണ് ചെയ്യുന്നത്. BJP കൊണ്ടുവന്നതുകൊണ്ട് മാത്രം അതിനെ എതിർക്കാൻ പാടില്ല. പക്ഷെ അവരതിനെ എതിർക്കുന്നതിന് കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൽ 28-29% മുസ്ലിംസ് ഉണ്ട്. അത് നല്ലൊരു വോട്ട് ബാങ്കാണ്. അപ്പോൾ അവരെ വെറുപ്പിച്ചുകൊണ്ട്, അല്ലെ അവർക്കെതിരായിട്ട് ഒരു നിലപാടെടുത്തുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നുള്ള ഒരു തിരിച്ചറിവിലാണ് അത് ചെയ്യുന്നത്. മനസ്സിലായി? അത് മറ്റുള്ള സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടികളെല്ലാം അങ്ങനെയാണ് അവരുടെ നിലപാടെടുക്കുന്നത്. ഓക്കെ, ഈ മുസ്ലിം സ്ത്രീ സംഘടനകളുടെ ഇതിനോടുള്ള നിലപാട് എന്താണ്? അവരൊരു ഡെലിമയിലാണ് സത്യത്തിൽ. മുസ്ലിം സ്ത്രീകൾക്ക് ഇങ്ങനെയുള്ള തെറ്റായ പ്രവണതകൾ, അവരുടെ മാരേജ്, ഡിവോഴ്സ്, അവർക്ക് നീതി വേണം, തുല്യത വേണം, അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നീതിയും തുല്യതയും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് അവർ. അല്ലാതെ അങ്ങനെ വേണ്ട എന്ന് ആഗ്രഹിക്കുന്നതല്ല. പക്ഷേ അതേസമയം തന്നെ ഇത് BJP കൊണ്ടുവരുന്നതുകൊണ്ട് അവർക്ക് ഒരു സംശയമുണ്ട്. അതായത് അവരുടെ മതത്തെ അവരെ അഫക്റ്റ് ചെയ്യുമോ, വിശ്വാസത്തെ അത് ബാധിക്കുമോ എന്നൊക്കെയുള്ള തെറ്റായ ഒരു BJP ഒരു ഫാസിസ്റ്റ് പാർട്ടിയാണെന്നുള്ളൊരു ധാരണ ഇങ്ങനെയൊക്കെ. അപ്പം ഇത് അവർക്ക് വേണോ എന്ന് ചോദിച്ചാൽ വേണം. പക്ഷെ അതേസമയം BJP നോക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഇത് അത്യാവശ്യമായ ഒരു കാര്യമാണ്. അതായത് ഒരു രാജ്യത്തെ മതത്തിൻ്റെയോ വിശ്വാസത്തിൻ്റെയോ പുറത്ത് പല മാരേജ്, ഡിവോഴ്സ്, അത് കഴിഞ്ഞുള്ള അലിമണി, ഗാർഡിയൻഷിപ്പ്,
പിതൃസ്വത്തിലുള്ള ഇൻഹെറിറ്റൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആകാൻ പാടില്ല. അതൊരു എല്ലാ ജനങ്ങൾക്കും ആ രാജ്യത്തുള്ള എല്ലാ സിറ്റിസൺസിനും ഒരേപോലെ ആയിരിക്കണം, ഒരേപോലുള്ള നിയമമായിരിക്കണം. അത് അത്യാവശ്യമാണ്. അതാണ് ഒരു സിവിൽ സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ളത്. പക്ഷേ അതേസമയം തന്നെ ഇത് കൊണ്ടുവരുമ്പോൾ അത് മറ്റുള്ള മതങ്ങളുടെ വിശ്വാസത്തെ ബാധിക്കാതെ, അവരുടെ അതിനെ ഹനിക്കാതെ, ഇത് എല്ലാ ജനങ്ങൾക്കും, അതായത് ഭൂരിപക്ഷത്തിനും മൈനോറിറ്റീസിനും ഒക്കെ ഒരേ രീതിയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഇത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഒരു ബയസ്ഡ് അല്ലാത്ത രീതിയിൽ ജസ്റ്റിഫൈഡ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ഇത് ഇന്നല്ലെങ്കിൽ നാളെ അത് അംഗീകരിക്കപ്പെടും. അത് രാജ്യത്തിനും നമ്മുടെ സമൂഹത്തിനും എല്ലാ രീതിയിലും, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അത് വളരെ വളരെ ഗുണം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഇത് വാച്ച് ചെയ്ത എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞങ്ങൾ പുതിയൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത് തന്നെ നിങ്ങളുടെ അടുക്കൽ എത്തുന്നതായിരിക്കും. നന്ദി, നമസ്കാരം.